ആദിയോഗി സ്റ്റാച്യു ഇൻ കോയമ്പത്തൂർ ഇഷ ഫൗണ്ടേഷൻ. അപ്പോൾ 112 അടി ഹൈറ്റിലാണ് ആദിയോഗിയുടെ സ്റ്റാച്യു പണിതിട്ടുള്ളത്. ഈ ആദിയോഗി ലോകത്തിലെ ഏറ്റവും വലിയ ബസ്റ്റ് കൾച്ചറിന്റെ റെക്കോർഡ്, ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടം നേടിയ ഒന്നാണ്. ആൻഡ് കോയമ്പത്തൂർ മാത്രമല്ല ആദിയോഗിയുടെ സ്റ്റാച്യു ഉള്ളത്, കർണാടക നന്ദി ഹിൽസിന്റെ താഴെയുള്ള ഇഷ ഫൗണ്ടേഷനിലും ഇതേ സെയിം 112 അടി ഹൈറ്റിലുള്ള ആദിയോഗി സ്റ്റാച്യു ഉള്ളതാണ്. എന്താണ് ആദിയോഗി ആൻഡ് എന്തുകൊണ്ട് വൈ ഇറ്റ്സ് 112 ഫീറ്റ് ഹൈറ്റ്? ബിക്കോസ് ഭഗവാൻ പരമശിവനെയാണ് അല്ലെങ്കിൽ മഹാദേവനെയാണ് ലോകത്തിലെ ആദ്യത്തെ യോഗിയായി കണക്കാക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് ആദ്യത്തെ യോഗി, അതാണ് ആദിയോഗി എന്ന് പറയുന്നത്. ശിവനെയാണ് ഇവിടെ സിംബലൈസ് ചെയ്യുന്നത്. ഭഗവാൻ പരമശിവൻ ബി ദ ഒറിജിനേറ്റർ ഓഫ് യോഗ, so that it's ആദിയോഗി. And why this Adiyogi statue is supposed to have 112 feet? Because 112 പോസിബിലിറ്റീസ് ആണ് ഒരു മനുഷ്യന് മോക്ഷം ലഭിക്കാനുള്ളത് എന്ന് സിംബലൈസ് ചെയ്യുന്നതാണ് 112 അടി പൊക്കത്തിലുള്ള ആദിയോഗി സ്റ്റാച്യു ബിൽഡ് ചെയ്തിട്ടുള്ളത്. വാരാണസി വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വാരാണസി പോയി നമ്മൾ അവിടെ സ്റ്റേ ചെയ്ത് ആ സ്ഥലം കണ്ട് കാശി വിശ്വനാഥനെ തൊഴുത് കഴിയുമ്പോൾ അത്രയും നാൾ നമ്മുടെ ഉള്ളിലുണ്ടായിരുന്ന പെർസ്പെക്റ്റീവ് അബൌട്ട് ലൈഫ്, ദ വേ ഓഫ് തിങ്കിങ്, ദ വേ ഓഫ് തോട്ട്സ്, അതെല്ലാം തന്നെ ചേഞ്ച് ആകുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇഷ ഫൗണ്ടേഷനിൽ ചെന്നപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത്. എൻ്റെ ഒരു വിച്ച് മീൻസ് ഒരു സെൽഫ് ഡിസ്കവറി തന്നെയാണ് സംഭവിക്കുന്നത് ആദിയോഗിയെ കാണുമ്പോൾ, അല്ലെങ്കിൽ ഇഷ ഫൗണ്ടേഷനിൽ അതിൻ്റെ ഉള്ളിൽ കൂടി നടക്കുമ്പോൾ, അവിടെയുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ, അവിടെയുള്ള പ്രാർത്ഥനകൾ കാണുമ്പോൾ, യോഗ കാണുമ്പോഴെല്ലാം നമുക്ക് സംഭവിക്കുന്നത് അത് തന്നെയാണ്, സെൽഫ് ഡിസ്കവേർഡ് ആണ്. ഫൈൻഡ് ദ ഇന്നർ പീസ് ബി ദ മെയിൻ പ്രയോറിറ്റി ഓഫ് എവറി ഹ്യൂമൻ ബീങ് ഓർ എല്ലാ മനുഷ്യർക്കും ഉള്ളിലെ സമാധാനം, നമ്മുടെ സമാധാനമാണ് ജീവിതത്തിലെ വലുത്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്ന് സ്വന്തമായിട്ടൊരു സെൽഫ് ഡിസ്കവറി വരുന്ന ഒരു സ്ഥലമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ഈ ആദിയോഗി എന്നത് ഒരു റിലീജിയസ് മോണമെന്റ്, റാദർ ദാൻ റിലീജിയസ് മോണമെന്റ്, ഇറ്റ്സ് എ മെഡിറ്റേറ്റീവ് സ്പേസ് ഫോർ എവറി വൺ ഹു കംസ് ദെയർ. ആൻഡ് ഞങ്ങൾ അവിടെ നിന്ന് തൊഴുതു, പ്രാർത്ഥിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനും അമ്മയും തിരികെ വരാനായിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ബുള്ളോക്കാർട്ട്സും ബഗ്ഗി ബസ്സും അവൈലബിൾ ആണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ബുള്ളോക്കാർട്ടിലാണ് കയറിയിട്ടുണ്ടായിരുന്നത്. ഞാനും അമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ബുള്ളോക്കാർട്ടിൽ. 10 രൂപയാണ് ഒരു ടിക്കറ്റിന്റെ റേറ്റ് ബുള്ളോക്കാർട്ടിൽ. അതായത് മെയിൻ ആദിയോഗിയുടെ മെയിൻ എൻട്രൻസ് വരെ എത്താൻ 10 രൂപയാണ്. അങ്ങനെ ഞങ്ങൾ അതിലേക്ക് കയറിയാണ് തിരികെ. ഞങ്ങളുടെ ടാക്സി അവിടെ ടാക്സി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കോയമ്പത്തൂർക്ക് എത്താനായിട്ട്. ആൻഡ് ആദിയോഗി സ്റ്റാച്യു എന്നത് കോയമ്പത്തൂർ മാത്രമല്ല ഉള്ളത്, കർണാടക നന്ദി ഹിൽസിന്റെ നിയറസ്റ്റ് ആയിട്ട് സദ്ഗുരു സന്നിധി ആശ്രമം ഉണ്ട്, അവിടെയും ആദിയോഗിയുടെ സ്റ്റാച്യു ഉണ്ട്. വിച്ച് വൺ ബി ദ സെക്കൻഡ് ആദിയോഗി സ്റ്റാച്യു ഇൻ ഇന്ത്യ, ആൻഡ് ദർ ആർ 2 ആദിയോഗി സ്റ്റാച്യൂസ്, both are in Isha Foundation. Like Sadhguru said, Adiyogi was a real human being. It was not at all a myth. You literally